34 സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുലിഖിതം. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ നമുക്ക് നൽകുന്ന ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനെ പ്രേരിപ്പിക്കുകയാണ് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാൻ. ഈ വചനം ഇങ്ങനെയാണ്: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ദാവീദിന് വേണമെങ്കിൽ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കായിരുന്നു: കർത്താവിനെ ഞാൻ പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. പക്ഷെ ദാവീദ് ഇങ്ങനെയല്ല പാടി പ്രാർത്ഥിച്ചത്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നും എന്ന് പറയുന്നൊരു വാക്കുകൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. എപ്പോഴും എന്നുള്ള ഒരു വാക്കും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ 2 വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ദാവീദിനോട് പാടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്? അതെന്തിനാണെന്നറിയുമോ? കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ പുകഴ്ത്താനും ഒരു പ്രത്യേക സമയമൊന്നുമില്ല. അത് എന്നും ചെയ്യേണ്ട കാര്യമാണ്. അതെപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. പ്രതികൂലങ്ങളിലായാലും അനുകൂലങ്ങളിലായാലും വിജയത്തിലായാലും തോൽവിയിലായാലും എല്ലാ സമയത്തും ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ഒരു കാര്യമാണത്. എപ്പോഴും ചെയ്യണം, എന്നും ചെയ്യണം. എന്നും കർത്താവിനെ പുകഴ്ത്തണം. എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ കർത്താവിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളും വിജയങ്ങളും കർത്താവ് നൽകിക്കൊണ്ടിരുന്നപ്പോൾ മാത്രമല്ല കർത്താവിനെ ദാവീദ് സ്തുതിച്ചത്, അല്ലെങ്കിൽ പുകഴ്ത്തിയത്, അല്ലെങ്കിൽ നന്ദി പറഞ്ഞത്. തോൽവികളുടെ സമയത്തും പരാജയത്തിൻ്റെ സമയത്തും ഉൾഭീതിയുടെ സമയത്തും വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനെ പ്രേരിപ്പിച്ചു. എന്താണ് പ്രേരിപ്പിച്ചത്? നീ എപ്പോഴും കർത്താവിനെ പുകഴ്ത്തണം. നിന്റെ അധരങ്ങളിൽ എപ്പോഴും കർത്താവിന് സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ ദാവീദ് വിജയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടോ അനുഗ്രഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടൊന്നും അല്ല ദാവീദ് കർത്താവിനെ പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ അധരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുന്നത്. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദാവീദ് ഇത് ചെയ്യുന്നത്. എന്തായിരുന്നു പ്രശ്നം എന്നറിയാമോ? സാവൂൾ രാജാവിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ഒളിച്ച് അവസാനം എത്തിപ്പെടുന്നത് ശത്രുദേശത്താണ്, ഫിലിസ്തീനയുടെ ദേശത്താണ്. ഫിലിസ്തീൻ എന്ന് പറയുന്നത് അവരുടെ വലിയ തലവനായിട്ടുള്ള ആ ഗോലിയാത്തിനെ കൊന്നത് ഈ ദാവീദാണ്. ഇപ്പോൾ സാവൂളിൽ നിന്ന് ദാവീദ് ഓടി ഒളിച്ച് ചെല്ലുന്നത് ഈ ഫിലിസ്തീനയുടെ ദേശത്താണ്. അപ്പം അവിടെ ദാവീദ് കൊല്ലപ്പെടാം. ഇപ്പോൾ വലിയ ഭീതിയുടെ മരണഭയത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദാവീദ് ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത്. ആ ശത്രുദേശത്ത് അബിമലേക്കിന് മുൻപിൽ ബുദ്ധിഭ്രമം നടിക്കുകയും അവസാനം അവരവിടുന്ന് ദാവീദിനെ ആട്ടിപ്പായിക്കുകയും ചെയ്യാണ്. അങ്ങനെയാണ് ദാവീദ് ആ ബുദ്ധിഭ്രമം നടിച്ച് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത്. വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ദാവീദിനെ കർത്താവ് പ്രേരിപ്പിക്കുകയാണ്: നീ കർത്താവിനെ പുകഴ്ത്തണം, നീ കർത്താവിനെ സ്തുതിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ പുകഴ്ത്താനും നമ്മുടെ അധരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാനും അല്ലെങ്കിൽ അവിടത്തോട് നന്ദി പറയാനൊക്കെ നമുക്ക് പ്രത്യേക സമയങ്ങളുണ്ട്. പ്രത്യേക ഒരു സമയത്തൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അല്ലേ? അതേത് സമയത്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാം അനുഗ്രഹമായിട്ട് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് സന്തോഷത്തിലാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കും, നമ്മൾ കർത്താവിനെ സ്തുതിക്കും, കർത്താവ് നന്ദി പറയും, കർത്താവിനെ പുകഴ്ത്തും. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ, രോഗങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ, ദുരിതങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കർത്താവിനെ പുകഴ്ത്തില്ല, കർത്താവിനെ സ്തുതിക്കില്ല, കർത്താവുമായിട്ട് പിന്നെ യാതൊരു ബന്ധത്തിനും നമ്മൾ പോകത്തില്ല. അങ്ങനെയുള്ള ഒരു ആത്മീയത ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എല്ലാ കാലത്തും കർത്താവിനെ സ്തുതിക്കണം, എല്ലാ കാലത്തും അവിടുത്തെ പുകഴ്ത്തണം. വലിയ വലിയ പ്രശ്നങ്ങളുള്ള സമയത്തായാലും ഒരു പ്രശ്നമില്ലാത്ത സമയത്തായാലും എപ്പോഴും എന്നും കർത്താവിനെ സ്തുതിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ 2 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആ വിശ്വസ്തതയും ആ സ്നേഹവും കണ്ടുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളെ കാത്തുകൊള്ളും. ആമേൻ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു ആശീർവാദം സ്വീകരിക്കാം.